നിഷ അടിമുടി രാഷ്ട്രീയ നാടകമാണ് എന്ന് തുടക്കം മുതലേ വ്യക്തമായിരുന്നു. ഇപ്പോൾ നിഷ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് പോയത് പോലും പി സി ജോർജ് അവിടെ ഹാജരാകും എന്ന സാധ്യത ഉള്ളതുകൊണ്ടായിരുന്നല്ലോ. പക്ഷേ പോലീസ് രാഷ്ട്രീയം കളിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടുടൻ BJP അതിനെ സമർത്ഥമായി ചെറുക്കുന്നു. പി സി ജോർജ് കോടതിയിൽ ഹാജരാകാൻ തീരുമാനിക്കുന്നു. കൃഷ്ണരാജ്, അങ്ങനെ തന്നെയാണ്. നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ രാവിലെ 8 മണിയോടുകൂടി ഈരാറ്റുപേട്ട സ്റ്റേഷന് മുന്നിൽ എത്തിയിരുന്നു. കാരണം നേരത്തെ അറിയിച്ചിരുന്നത് പോലെ പി സി ജോർജ് 10 മണിയോടുകൂടി ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ ഹാജരാകും. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് നടത്തിയെന്നാണ് പോലീസും പറയുന്നത്. പാലാ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള വലിയ പോലീസ് സംഘം ഇവിടെ നിലയുറപ്പിച്ചിരുന്നു. പാലാ ഡിവൈഎസ്പിക്ക് കീഴിലുള്ള SHOമാർ എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. മാത്രമല്ല AR ക്യാമ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഈ റോഡിന് പുറത്തൊക്കെ ഉണ്ടായിരുന്നു. AR ക്യാമ്പിൽ നിന്നുള്ള വാഹനം അടക്കം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉണ്ടായിരുന്നു. ക്രമസമാധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്രയധികം പോലീസുകാരെ ഇവിടെ നിയമിച്ചതെന്നായിരുന്നു പോലീസ് വിശദീകരണം നൽകിയത്. എങ്കിൽ പോലും പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാനുള്ള, അതായത് അദ്ദേഹം കീഴടങ്ങാൻ എത്തുമെന്ന് അറിയിച്ചെങ്കിൽ പോലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു പദ്ധതി പോലീസ് തയ്യാറാക്കിയിരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ഈ ശ്രമം പാളിപ്പോയി എന്ന് തന്നെ പറയണം. കാരണം BJP ആരോപിച്ചതുപോലെ തന്നെ ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കാനായി അദ്ദേഹത്തിന്റെ അറസ്റ്റ് ചെയ്ത്, അദ്ദേഹത്തിന് വലിയൊരു കുറ്റം ചെയ്ത ആളെ പോലെ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യമായിരുന്നു പോലീസ് ഒരുക്കിയത്. അതിനായി രാവിലെ തന്നെ പാലാ സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘം പി സി ജോർജിന്റെ വീട്ടിൽ 8 മണിയോടുകൂടി എത്തിയിരുന്നു. സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘം മാത്രമല്ല, കൂടുതൽ പോലീസുകാർ ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു. എന്തായാലും പോലീസ് ആ സമയത്ത് പി സി ജോർജിന്റെ വീട്ടിൽ പരിശോധന നടത്തി, അദ്ദേഹത്തിന്റെ ഓഫീസിലും വീടിന് പുറകിലുമൊക്കെ പരിശോധന നടത്തിയിരുന്നു. ആ രീതിയിൽ അദ്ദേഹം അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നും ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ആ സമയത്ത് തന്നെ അറസ്റ്റ് ചെയ്യാനുമായിരുന്നു പോലീസിന്റെ നീക്കം. പക്ഷേ 11 മണി കഴിഞ്ഞിട്ടും പി സി ജോർജ് ഇവിടേക്ക് എത്തിയില്ല. എങ്കിലും പോലീസ് എത്തുമെന്ന് തന്നെ കരുതി വീണ്ടും ഈ അറസ്റ്റ് ചെയ്യാനായിട്ട് തന്നെ കാത്തിരുന്നതാണ്. അതിനെയൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് അദ്ദേഹം BJP നേതാക്കൾ അടക്കമുള്ള ആളുകളുമായി മജിസ്ട്രേറ്റ് കോടതിയിലെത്തി മജിസ്ട്രേറ്റിന് മുന്നിൽ കീഴടങ്ങിയത്. അല്പസമയത്തിനകം തന്നെ പി സി ജോർജ് മജിസ്ട്രേറ്റിന് മുന്നിലെത്തും. പിന്നീട് കോടതിയുടെ പരിഗണനയിലാണ് അദ്ദേഹം ഉള്ളത്. എന്തായാലും ഈ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ഇനി പി സി ജോർജ് എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം പോലീസ് കസ്റ്റഡിയിൽ എന്തെങ്കിലും കൂടുതലായി ചോദിച്ചറിയാനുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഒരുപക്ഷെ അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുള്ളൂ. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായ ശേഷം മെഡിക്കൽ പരിശോധനയ്ക്ക് മറ്റുമായിരിക്കും കൊണ്ടുപോവുക എന്നാണ് പോലീസുകാർ തന്നെ പറയുന്നത്. വളരെ കുറച്ച് സാധ്യത മാത്രമാണ് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ളത്. എന്തായാലും ഡിവൈഎസ്പി അടക്കമുള്ള ആളുകൾ ഇവിടെ തുടരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കാനായി സർക്കാർ നടത്തുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെ കരുതണം പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു പോലീസിന്റെ നീക്കം. അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹം പരസ്യമായി തന്നെ മാപ്പ് പറഞ്ഞ് അദ്ദേഹം തിരുത്തി. എങ്കിൽ പോലും അദ്ദേഹത്തെ രാഷ്ട്രീയമായി തന്നെ ക്രൂശിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള അറസ്റ്റ് നാടകമടക്കം പോലീസ് നടത്തിയത്. പി സി ജോർജ് മാപ്പ് പറഞ്ഞിട്ട് പോലും അറസ്റ്റിലൂടെ അദ്ദേഹത്തിന്റെ ഈ വിഷയം സജീവമാക്കി നിർത്താനും കേരളത്തിന്റെ മതസൗഹാർദ്ദം തകർക്കാനുമുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമമൊക്കെ രാവിലെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ആ രീതിയിൽ തന്നെയാണ് പോലീസ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതും. പക്ഷെ അതിനെയൊക്കെ തെറ്റിച്ചുകൊണ്ട് പി സി ജോർജ് ഇന്ന് അല്പസമയം മുമ്പ് കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം മജിസ്ട്രേറ്റിന് മുന്നിലെത്തും. കോടതിയുടെ പരിഗണനയിലാണ് ഇനി അദ്ദേഹം ഉള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്താനുള്ള സാധ്യതയും വളരെ കുറവാണ്. മാധ്യമങ്ങൾ എല്ലാവരും തന്നെ കൃഷ്ണരാജ് പറഞ്ഞതുപോലെ രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പി സി ജോർജ് 10 മണിയോടുകൂടി എത്തും എന്നുള്ള കാര്യം ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ തന്നെ നമ്മളടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ഈരാറ്റുപേട്ട സ്റ്റേഷന് മുന്നിൽ എത്തിയിരുന്നു. അദ്ദേഹം വരുമെന്ന് തന്നെയാണ് 11 മണി വരെ പ്രതീക്ഷിച്ചിരുന്നത്. പോലീസ് സംഘം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനും പ്രാഥമികമായി ഒരു ചോദ്യം ചെയ്യലിനും ഒക്കെയുള്ള തയ്യാറെടുപ്പുകളോട് കൂടിയായിരുന്നു ഇവിടെ കാത്തിരുന്നത്. പക്ഷേ അദ്ദേഹം 11 മണിക്ക് ശേഷം ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തി കീഴടങ്ങുകയായിരുന്നു. അല്പസമയത്തിനകം തന്നെ പി സി ജോർജ് മജിസ്ട്രേറ്റിന് മുന്നിലെത്തും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി പി സി ജോർജിനെ വീട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും BJP നേതാക്കൾ അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ മുന്നിലൂടെ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള നീക്കമായിരുന്നു
പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് നടന്നില്ല. രാഷ്ട്രീയമായി തന്നെ പോലീസ് നടത്തിയ രാഷ്ട്രീയപരമായ ഒരു നാടകം അല്ലെങ്കിൽ നീക്കം തകർത്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങിയിരിക്കുന്നത്. കൃഷ്ണരാജ്, നേരത്തെ നമ്മൾ പറയും ഇനി കോടതിയുടെ നിർദ്ദേശാനുസരണം മാത്രമേ ഇനി പോലീസിനെ മറ്റുള്ള നീക്കങ്ങളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഇതോടകം തന്നെ കോടതിക്കകത്താണ് പി സി ജോർജ് ഉള്ളത്. ഇനി മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് മറ്റു നടപടിയിലേക്ക് നീങ്ങുക. കോടതി ഇത്തരത്തിൽ മജിസ്ട്രേറ്റ് പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും പോലീസ് ഇക്കാര്യത്തിൽ കസ്റ്റഡി അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുമോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. കാരണം ഇനി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതടക്കമുള്ള ആവശ്യത്തിലേക്ക് പോലീസ് നീങ്ങുമോ, കോടതിക്ക് മുമ്പാകെ ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ട് എന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ അത്തരത്തിൽ കസ്റ്റഡി അടക്കമുള്ള സാധ്യതകളിലേക്ക് മജിസ്ട്രേറ്റ് നീങ്ങും. ആ നീക്കത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. ഏതായാലും ഇപ്പോൾ കോടതിക്കകത്താണ് അദ്ദേഹം ഉള്ളത്. പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന മുറയ്ക്ക് പോലീസ് കോടതി റിപ്പോർട്ട് സമർപ്പിക്കും. അതിന് പിന്നാലെയായിരിക്കും നടപടിക്രമങ്ങൾ ഉണ്ടാവുക. ഒന്നെങ്കിൽ റിമാൻഡിലേക്ക് അല്ലെങ്കിൽ മറ്റ് ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം മറ്റു നടപടിയിലേക്ക് കടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ആത്യന്തികമായി പറയാൻ കഴിയുന്നത്. പോലീസ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ച് നടത്തുന്ന ചില ശ്രമങ്ങളുണ്ട്. അത് തീർച്ചയായും ചില ആളുകളെയും ചില വിഭാഗങ്ങളെയും ചില രാഷ്ട്രീയ കക്ഷികളെയും തൃപ്തിപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് എന്നാണ് BJP ആരോപിക്കുന്നത്. ആ BJPയുടെ ആരോപണങ്ങളെ ശരിവെക്കുന്ന നിലപാട് തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ച് നടന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നീക്കങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ള ഒരു ശ്രമം തന്നെയായിട്ടാണ് ഇപ്പോൾ പോലീസിന് മുമ്പിൽ ഹാജരാകുക എന്നുള്ള കാര്യം മാറ്റി ജുഡീഷ്യറിക്ക് മുമ്പിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇനി അത്തരം നീക്കങ്ങളാണ് ഇനി കടക്കാനിരിക്കുന്നത്. ഈരാറ്റുപേട്ടയെ കേന്ദ്രീകരിച്ച് കൃത്യമായും പറയാൻ കഴിയുന്നത് പി സി ജോർജിൻ്റെ ഇത്തരം പരാമർശങ്ങളുണ്ട്. ഈരാറ്റുപേട്ടയിലും മറ്റ് പ്രദേശങ്ങളിലും പ്രാദേശികമായി തീവ്ര നിലപാടുകാർ പിടിമുറുക്കുകയാണെന്നും അത്തരത്തിൽ ജനങ്ങളെ സമാധാനപൂർവ്വം ജീവിക്കുന്ന ചില വിഭാഗങ്ങളെ പോലും ഇത്തരത്തിൽ തീവ്രവാദ ആശയങ്ങളിലേക്ക് വലിച്ചഴയ്ക്കുന്ന നടപടിയിലേക്ക് പലരും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് പി സി ജോർജിൻ്റെ പുതിയ ആരോപണമല്ല. നിരവധി തവണ അത്തരം ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അത്തരം ശ്രമങ്ങളെ അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് പ്രതിരോധിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അത്തരം തന്നെ പരാമർശം തന്നെയാണ് ഈ ചാനൽ ചർച്ചയിലും ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഉണ്ടായ നാക്കുപിഴ, അത് ആ വിമർശനത്തിനിടയിലുണ്ടായ ഒരു നാക്കുപിഴയെ വലിയ രീതിയിൽ വക്രീകരിക്കുകയും ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്തതിന് ശേഷം അതിനെ ഒരു രാഷ്ട്രീയ ലാക്കാക്കി മാറ്റി അത് മുതലെടുക്കാനായിരുന്നു അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയത്. മുസ്ലിം യൂത്ത് ലീഗാണ് ഈ പി സി ജോർജിനെതിരെ ഈരാറ്റുപേട്ട പോലീസിൽ ഇത്തരത്തിലുള്ള പരാതി നൽകിയത്. ചാനൽ ചർച്ചയിലെ വിവാദ പരാമർശത്തെ സംബന്ധിച്ച് പിന്നീട് അതിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്താനാണ് പോലീസ് തയ്യാറായത് എന്നുള്ളതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള കലാപാഹ്വാനം നൽകുക, മതസ്പർദ്ധ വളർത്തുക തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ പി സി ജോർജ് കോടതിയിൽ ഹാജരായി. നടപടിക്രമങ്ങൾ അവിടെ പുരോഗമിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ. നിഷ ദിലീപ്, അരുൺ കൊടുങ്ങൂർ.